ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പൂജ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ രാവിലെ തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാളിവിടെ കാര്യമായിട്ട് സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയിലാണ്. കുമ്പളങ്ങ കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ്. പിന്നെ ഇതാ കുക്കറിനകത്ത് കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരാളിതാ മത്തൻ എന്താ നമ്മൾ വെക്കുന്നത്, കാളൻ വയ്ക്കാനുള്ള മത്തൻ ഇതങ്ങനെ കഴുകിക്കൊണ്ടിരിക്കാം. നമ്മൾ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതും കഴുകി, അതും ഒരു പണിയാണ്. അങ്ങനെ അടുക്കളയിൽ ഞങ്ങൾ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഓരോ ഗോസിപ്പൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതാ തേങ്ങ ഉടയ്ക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഉടയ്ക്കില്ല, അതൊക്കെ അനിയത്തിയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. നമുക്കിനി ഒരുപാട് പണിയുണ്ട്. വാതിലും ജനലൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവാം. അപ്പോൾ ഇതാണ് കേട്ടോ തേങ്ങ ഉടയ്ക്കാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള എൻ്റെ അനിയത്തി. സാധനം 3 വെട്ടിന് അവള് തേങ്ങ ഉടച്ചിരിക്കണം. ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ അവൾ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചതാണ് ഞങ്ങളൊരു പണി ചെയ്യാൻ കേട്ടോ വീണ്ടും. അപ്പോൾ ഞാനാണ് ഇവൾ കറി വയ്ക്കുന്നത്. അവളൊരു കാളൻ വെച്ചിട്ട് അവൾ പോയിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടിയിലും കൂടെ കുറച്ചിങ്ങനെ വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ കൊട്ടയൊക്കെ മാറ്റി ബക്കറ്റൊക്കെ എടുത്ത് അതൊന്ന് ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നല്ല വിശന്നു. പിന്നെ കറി ആയപ്പോൾ ഞാൻ നേരെ ചോറെടുത്തിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് ശീലമില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ സിറ്റിയിലൊക്കെ ആയിട്ട് ഇരുന്നിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഞങ്ങളത് അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞതും പിന്നെ ഞാൻ വേഗം പോയിട്ട് കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് വെച്ചൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇനിയിപ്പോൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അതൊക്കെ ചെയ്യാമെന്ന്. പിന്നെ റൂമുകളിലെ വാതിൽ, ഫാൻ, അതേപോലെ അൽമാര ഒക്കെ ഞാൻ തുടക്കിയിരുന്നുണ്ട്. ഒരു ഭാഗത്ത് അച്ഛനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് അടിച്ച് പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നല്ലോണം തന്നെ തുടയ്ക്കാനും കുറച്ച് അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഞാൻ തുടച്ചത്. ഞാൻ മാത്രമല്ല കേട്ടോ, അനിയത്തിമാരും അവരുടേതായ രീതിക്ക് അവർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. പിന്നെ തുടയ്ക്കുന്ന സമയത്ത് എനിക്ക് ആരും അകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടാണ് തുടയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരും പുറത്താക്കിയിട്ടാണ് എല്ലാ പണിയും ചെയ്യുന്നത് കേട്ടോ. അടുക്കളയിൽ അനിയത്തി അവിടെ കാര്യമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മളെ കൊണ്ട് ആവണ മുതലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി ഇനി വെക്കാനുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ തുടച്ചടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അവളിതാ സ്കിൻ കെയർ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അവളെന്തോ ഫേസ് പാക്കൊക്കെ ഇടാൻ പോവാണ്. ഞാൻ പോയിട്ട് കുളിച്ചിട്ട് അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ട് വരുമ്പോഴത്തേനും എനിക്ക് നല്ല ചൂട് ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേനും പപ്പീനെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പി അച്ഛനെ കണ്ട പിന്നെ ഏത് നേരവും അച്ഛൻ്റെ പുറകിലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പൂ പറിക്കാനാണ് പോയത്. നമുക്ക് മാല കെട്ടണമല്ലോ ദൈവത്തിന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പൂവൊക്കെ പറിക്കാമെന്ന്. അങ്ങനെ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള പൂവൊക്കെ തന്നെ, തുളസിയും ചെമ്പരത്തി അതേപോലെ തെച്ചിയൊക്കെ വലിച്ചിട്ട് തന്നെയാണ് നമ്മൾ മാലയൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇന്ന് എനിക്കിത് ചെയ്തപ്പോഴാണ് കേട്ടോ. പണ്ട് ഞാൻ ദിവസവും അമ്പലത്തിലേക്ക് മാല ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. എൻ്റെ നൊസ്റ്റോ ആണ് അതൊക്കെ. ദിവസവും ഞാൻ അമ്പലവാസിയായിരുന്നു കേട്ടോ ഒരു കാലത്ത്. പിന്നെ ആ മാലയൊക്കെ കെട്ടി തെച്ചുകൊണ്ട് ഞാൻ ഇത്രയും ഒരു അത്യാവശ്യം വലിയ മാലയൊക്കെ കെട്ടിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വന്നപ്പോഴത്തേനും സമയമായി. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ ഇട്ട അരിയും ഉഴുന്നും കഴുകാനും അരയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ അരച്ചു. അപ്പോഴത്തേനും അനിയത്തി ഇതാ ഇവിടെ കടലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പ്രസാദമാണ്. അപ്പോൾ നമ്മളിതാ പുസ്തകം പൂജിക്കാനുള്ളതൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കെട്ടി കൊടുത്ത മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുള്ളും സെറ്റാക്കി ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ ഫ്രഷായി, നമ്മുടെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടോ. ഇനി നമുക്ക് നേരെ വിളക്ക് കത്തിക്കണം, പൂജയ്ക്ക് തിരിയൊക്കെ കൊളുത്തി പൂജ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത പരിപാടി അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൂജയിലോട്ട് കിടക്കാം. അങ്ങനെ പൂജയൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വീട്ടിലെ കുട്ടിയാണ്, അവൻ എപ്പോഴും ഇവിടെ കളിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ അവിടെ പൂജ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അവനാണ് അച്ഛന് മണി ഇടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ തേങ്ങയൊക്കെ ഉടയ്ക്കുന്നത് നോക്കിയിരിക്കുക. ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ് നോക്കി ഹായ് പറയണവൻ, ഹായ് പറ, ഹായ്. ആൾ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ മിങ്കിളാവും. അതേപോലെ ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവനത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കും. പിന്നെ അത് ആവശ്യത്തിനോട് കുറച്ച് നേരം കളിക്കുകയാണ്. അപ്പോൾ കയ്യിലുള്ള പ്രസാദം അവിടെ കൊട്ടെന്ന് പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടോ. സൂപ്പർ സൂപ്പർ ഹായ് സൂപ്പർ സൂപ്പർ. അവനെന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ നിലത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പെറുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ കൊട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി ഉറങ്ങട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.